വീണ്ടും ഗുരുവായൂർ ഏകാദശി എത്തുകയാണ്. ഗുരുവായൂരമ്പലത്തിലെ പ്രധാനപ്പെട്ട ആട്ടവിശേഷമാണത്. വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി മോക്ഷപ്രാപ്തിക്ക് ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏകാദശി നോറ്റ് മോക്ഷപദം നേടിയ ഒരാനയുടെ കഥയാണിത്. ഗുരുവായൂരമ്പലത്തിലെത്തുന്ന ഭക്തർക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആനപ്രേമികളുടെ മനസ്സിൽ തിടംപെടുത്തു നിൽക്കുന്ന ഒരോർമ്മയാണ് ഗുരുവായൂർ കേശവൻ. 1922 നിലമ്പൂർ വലിയ തമ്പുരാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയ കുട്ടിക്കൊമ്പനാണവൻ. ശാന്ത സ്വഭാവം, ഗാംഭീര്യം, തലയെടുപ്പും സൗന്ദര്യവും ശക്തിയും ഇതെല്ലാം ഒത്തിണങ്ങിയ ആനയായിരുന്നു കേശവൻ. ക്ഷേത്രത്തിലെ ചിട്ടകളെക്കുറിച്ചെല്ലാം അവന് നിഷ്ഠയുണ്ടായിരുന്നു. പാപ്പാൻ പറയാതെ തന്നെ തളച്ചിട്ട സ്ഥലത്തു നിന്നും എഴുന്നള്ളിപ്പ് സ്ഥലത്ത് തനിയെ എത്തുന്നത് പതിവായിരുന്നു. ഒരാളെപ്പോലും അവൻ ഉപദ്രവിച്ചില്ല. ഒരിക്കൽ പാപ്പാനോട് പിണങ്ങി അവൻ അങ്ങ് നടന്നു. ഒരു പറ്റം സ്കൂൾ കുട്ടികൾ എതിരെ വരുന്നുണ്ടായിരുന്നു. പേടിച്ചിരണ്ട ആ കുട്ടികൾക്ക് ആപത്തൊന്നും സംഭവിക്കാതെ വഴിമാറിക്കൊടുത്ത കഥ പ്രശസ്തമാണ്. ഗുരുവായൂരപ്പൻ്റെ തിടംപൊഴികെ ഒന്നും മുൻകാലിലൂടെ കയറ്റുമായിരുന്നില്ല. വേറെ എവിടെ പോയാലും തിടംപേറ്റിയല്ലാതെ പങ്കെടുക്കില്ല. കൂടുതൽ വലിയ ആനകളുണ്ടെങ്കിലും തിടംപേറ്റിയാൽ കേശവൻ്റെ തലപ്പൊക്കം ആകാശം മുട്ടും. കടഞ്ഞെടുത്ത പോലെ വിരിഞ്ഞ കൊമ്പുകൾ, വലിപ്പമേറിയ തലക്കുഞ്ഞി, തേൻ നിറമുള്ള തെളിഞ്ഞ കണ്ണുകൾ, 324 സെൻറ്റിമീറ്റർ പൊക്കം, നിലത്തിഴയുന്ന തുമ്പിക്കരം 3 തവണ കഴുകി മാത്രമേ അവൻ വെള്ളം കുടിക്കുമായിരുന്നുള്ളൂ. രാജകീയ സ്വഭാവവും പ്രൗഢിയും ഒത്തിണങ്ങിയ അപൂർവ ആന ജന്മമായിരുന്നു അത്. അവനായിരുന്നു കേരളത്തിലെ ആദ്യത്തെ സെലിബ്രിറ്റി. സംഭവബഹുലമായിരുന്നു അവൻ്റെ ജീവിതകഥകൾ. നിലമ്പൂർ കാടുകളിൽ ആനക്കൂട്ടത്തിനൊപ്പം കളിച്ചു വളർന്ന കുട്ടിക്കൊമ്പൻ. ആരോ കുഴിച്ച വാരിക്കുഴിയിൽ അവൻ വീണു. അമ്മയും ആനപ്പറ്റവും 4 ദിവസം കുഴിക്ക് കാവൽ നിന്നിട്ടും അവനെ കരകയറ്റാൻ കഴിഞ്ഞില്ല. ഒടുവിൽ വേദനയോടെ അവർ പിൻവാങ്ങി. അവിടെ നിന്നും നിലമ്പൂർ കോവിലകത്തെത്തി. മലബാറിൽ ലഹളയുണ്ടായപ്പോൾ തൻ്റെ ഭൂസ്വത്തുക്കൾ സംരക്ഷിക്കപ്പെട്ടാൽ കേശവനെ ഗുരുവായൂരപ്പന് നൽകാമെന്ന് തമ്പുരാൻ മനമുരുകി നേർച്ച നേർന്നു. ആ പ്രാർത്ഥന ഫലിച്ചു. അങ്ങനെ 1922 ജനുവരി 4 കേശവനെ നടക്കിരുത്തി. അന്നവൻ കുഞ്ഞായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ കൺമുമ്പിൽ അവൻ വളർന്നു. കുറുമ്പും കുസൃതികളുമായി നടന്നു. മാണിനായർ എന്ന പാപ്പാൻ അവനെ സ്നേഹിച്ചും ലാളിച്ചും പരിപാലിച്ചു. മാതംഗശാസ്ത്രത്തിലെ ഗജരാജ ലക്ഷണങ്ങളിൽ നിർദ്ദേശിക്കുന്ന സമസ്ത രാജകീയ ചൈതന്യങ്ങളും പ്രൗഢിയും അവനിൽ ഒത്തിണങ്ങി. ആ ആനജന്മം നാടിൻ്റെ കണ്ണിലുണ്ണിയായി വളർന്നു. ഒരിക്കൽ പാപ്പാന്മാരോട് പിണങ്ങിയ കേശവൻ കൂപ്പിൽ നിന്നും ഗുരുവായൂരിലേക്ക് ഒരൊറ്റ നടത്തം. വഴിവക്കിലുണ്ടായിരുന്ന ജനങ്ങളാകെ ഭയന്ന് ഓടി. ഏതു നിമിഷവും എന്തും സംഭവിക്കാവുന്ന അവസ്ഥ. തഹസിൽദാരുടെ ഉത്തരവുമായി കേശവനെ വെടിവെക്കാനായി പോലീസുകാർ കാത്തുനിന്നു. എന്നാൽ ഗുരുവായൂരപ്പൻ്റെ ആനയെ വെടിവെക്കാൻ പോലീസുകാർക്ക് ധൈര്യമുണ്ടായില്ല. എവിടെ വെച്ചിടഞ്ഞാലും നേരെ കണ്ണൻ്റെ മുമ്പിലേക്ക് എത്തുന്നതായിരുന്നു കേശവൻ്റെ പ്രകൃതം. അന്നും അതുതന്നെ സംഭവിച്ചു. ഏതു വഴിയെ ഇടഞ്ഞോടിയാലും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വാഹനങ്ങൾക്കും അവൻ ഒരു ഉപദ്രവവും ഉണ്ടാക്കിയില്ല. കേശവൻ്റെ പേരും പ്രശസ്തിയും നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. ദേവസ്വം അധികൃതരും ആരാധകരും ചേർന്ന് അവന് ഗജരാജൻ എന്ന സ്ഥാനപ്പേര് നൽകി ആദരിച്ചു. ഗജരാജപ്പട്ടം നേടിയ ആദ്യ കൊമ്പൻ. നീണ്ട 40 വർഷം അവൻ ഗുരുവായൂരപ്പൻ്റെ തിടംപേറ്റി. 1976 ഗുരുവായൂർ ഏകാദശി. അന്ന് നവമി വിളക്കിന് ഘോഷയാത്രയ്ക്കിടയിൽ സ്വർണ്ണക്കോലമേന്തി നിന്ന കേശവന് പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യം സംഭവിച്ചു. അവൻ 2 തവണ ഛർദ്ദിച്ചു. ഉടൻ തന്നെ തിടം പിറക്കി അവനെ കെട്ടുമൂട്ടിലേക്ക് കൊണ്ടുപോവുകയായി. പകൽ മുഴുവൻ പ്രണാമത്തിൻ്റെ അടയാളമായി തുമ്പിക്കൈ ഉയർത്തി അവൻ നിന്നു. പിറ്റേന്ന് ദശമിയായിരുന്നു. പകൽ മുഴുവൻ പ്രണാമത്തിൻ്റെ അടയാളമായി തുമ്പിക്കരമുയർത്തി ഗോപുരവാതിലിലേക്ക് നോക്കി അവൻ നിന്നു. പിറ്റേന്ന് ദശമിയായിരുന്നു. ജലപാനമില്ലാതെ അവൻ കഴിഞ്ഞുകൂടി. ഡോക്ടർമാർ കേശവൻ്റെ ജീവൻ രക്ഷിക്കാൻ ഏറെ ശ്രമിച്ചു. പക്ഷേ ഫലം കണ്ടില്ല. ചരിയും മുമ്പ് ഗുരുവായൂരപ്പന് ഒരു പ്രണാമം കൂടി അവൻ നൽകി. കിടന്ന കിടപ്പിലും അവൻ്റെ ദൃഷ്ടി ഗോപുരവാതിലിന് നേരെയായിരുന്നു. കേശവൻ്റെ 72 വർഷത്തെ സുദീർഘമായ ജീവിതത്തെ ആസ്പദമാക്കി സിനിമയും സാഹിത്യകൃതികളും പരമ്പരകളും ആവിഷ്കരിക്കപ്പെട്ടു.
ഗജലക്ഷണവും സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്ന സമസ്ത രാജകീയ കലയും നിറഞ്ഞ ഗുരുവായൂർ കേശവൻ്റെ കഥ ഇന്നും ജനങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.